girls, welcome to another video. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഇട്ടിരുന്നത് ഒരു കേളി ഹെയർ കെയർ റുട്ടീനായിരുന്നു, അല്ലെങ്കിൽ ഒരു കേളി ഹെയറിൻ്റെ വാഷ് ഡേ റുട്ടീനായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് കമൻസ് ഒക്കെ വന്നു, നല്ല വീഡിയോ ആണ്, ഇനിയും വീഡിയോ കണ്ടന്റ് പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് വന്നു. ഒത്തിരി സന്തോഷം കമൻറ്റൊക്കെ ഇട്ടതിന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയൊരു വീഡിയോയും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഈ വീഡിയോ എന്ന് പറയുന്നത് കേളി ഹെയറിൻ്റെ വാഷ് ഡേ റുട്ടീൻ തന്നെയാണ്, പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. ഈ കേൾസ് ഇപ്പം ഞാൻ കേളി വാഷ് ഡേ കഴിഞ്ഞിട്ട് 3 ദിവസമായി, ഇത് 3rd ഡേ കേൾസ് ആണ്. ഈ കേൾസ് അറ്റൻഡ് ചെയ്തിരിക്കുന്നത് വെറും 50 രൂപയ്ക്ക് താഴെയുള്ള പ്രൊഡക്ട്സ് വെച്ചിട്ടാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും. അതെ, അപ്പോൾ അതൊരു DIY ആയിട്ടുള്ള ഹെയർ കണ്ടീഷണറും ആണ്, അതുപോലെ തന്നെ ഹെയർ ജെല്ലും ആണ്. ഞാനൊരു DIY പേഴ്സൺ അല്ല, എനിക്ക് DIY ഹെയർ മാസ്കോ ഹെയർ ക്രീമോ അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ എനിക്ക് നല്ല മടിയാണ്. പക്ഷേങ്കിൽ ഈ ഒരു ഇത് ചെയ്താൽ ഇത് വെർത്ത് ഇറ്റാണ്. നിങ്ങൾക്ക് നല്ല ഡെഫിനേഷനുള്ള നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ടുള്ള കേൾസ് എന്തായാലും ഈ മാസ്ക് ചെയ്താൽ കിട്ടും, അത് ഗ്യാരണ്ടിയാണ്. തികച്ചും നാച്ചുറലായിട്ട് സൾഫേറ്റോ പാരബനോ ഒന്നും ഇല്ലാതെ നമ്മൾ കൊമേഴ്ഷ്യലായിട്ട് ഒരു സാധനം വാങ്ങിക്കാതെയാണ് ഈ റിസൾട്ട്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ മാസ്ക് എങ്ങനെയാണെന്ന് കാണാൻ വേണ്ടിയിട്ട്, മാസ്ക് അല്ല കേട്ടോ, ക്രീമോ ജെല്ലോ എന്നൊക്കെ പറയാം. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് കാണാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം. അപ്പോൾ ഞാൻ എൻ്റെ കേളി ഹെയർ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 2018 അപ്പോൾ ഞാനൊരു പോസ്റ്റ് ഗ്രാജുവേഷന് പഠിക്കുക. അത്രയും നാളെ എനിക്ക് എൻ്റെ കേളി ഹെയറിനോട് അങ്ങനെ വലിയ ഇഷ്ടമൊന്നും തോന്നിയിട്ടില്ല, എന്നും സ്ട്രെയിറ്റൻ ചെയ്യണം. അപ്പോൾ വീട്ടിൽ സമ്മതിക്കാഞ്ഞുകൊണ്ട് മാത്രമാണ് സ്ട്രെയിറ്റൻ ചെയ്യാതെ നടന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിലാണെങ്കിലും എല്ലാവരും എന്താ പറയുന്നത്, മുടീനെ പറ്റി പറയുന്നത് നൂഡിൽസ്, കുരുവിക്കൂട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒത്തിരി വിഷമം കാണും, നമുക്ക് വേറെ ഒന്നും ചെയ്യാനും പറ്റില്ല. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ മുടി എങ്ങനെയെങ്കിലും ഒന്ന് സ്ട്രെയിറ്റ് ആക്കി എല്ലാവരെയും പോലെ ആയിട്ട് പെട്ടെന്ന് കെയർ ചെയ്യാനൊക്കെ. ഇപ്പം ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ +1 +2 ഒക്കെ ഹോസ്റ്റലിൽ നിന്നിട്ടാണ് പഠിച്ചത്. അന്നൊക്കെ രാത്രി ഞാൻ കരഞ്ഞിട്ടുണ്ട്, കാരണം എനിക്ക് രാത്രിയിൽ ഈ മുടിയുടെ ചെട കളഞ്ഞിട്ടൊന്ന് കിടന്നുറങ്ങാൻ എത്ര ലേറ്റ് ആവുന്നു, എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു അന്ന് കേളി ഹെയർ മെയിൻറ്റെയിൻ ചെയ്യാൻ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ 2018 ആയപ്പോഴത്തേക്കാണ് എനിക്ക് മനസ്സിലായത് കേളി ഹെയറിനെ കേളി ആയിട്ട് തന്നെ വെച്ചാൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. കേളി ഹെയറിനെ സ്ട്രെയിറ്റ് ഹെയറിനെ ട്രീറ്റ് ചെയ്യുന്ന പോലെ അല്ല ട്രീറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ ഒരു 2018 ആയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ഞാൻ കുറേ കേളി പോസ്റ്റ്സ് വായിച്ചു, കേളി ബ്ലോഗ്സ് ഒക്കെ വായിച്ചിട്ടാണ് കേളി ഹെയർ റുട്ടീൻ എങ്ങനെ ചെയ്യണം എന്ന് മനസ്സിലാക്കിയത്. പക്ഷെ അപ്പം നോക്കുമ്പോൾ നമുക്ക് കുറേ ഇപ്പോൾ ഉള്ള പോലെ ഇപ്പോൾ അത്യാവശ്യം നല്ല പ്രോഡക്ട്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, ഇന്ത്യൻ മെയ്ഡ് പ്രൊഡക്ട്സും ഒരുപാടുണ്ട്. ആ സമയത്ത് നോക്കുമ്പോൾ വളരെ കുറച്ച് പ്രൊഡക്ട്സ് അവൈലബിൾ ആയിട്ടുള്ളൂ. അത് ഉള്ളത് തന്നെ നല്ല ഹൈ എൻഡ് പ്രൊഡക്ട്സ് ആയിരുന്നു, അതിനത്ര നമുക്ക് എപ്പോഴും മേടിക്കാൻ പറ്റുന്ന അഫോർഡബിൾ ആയിട്ടുള്ളൊരു റേഞ്ച് അല്ല. അപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ട് ഔട്ട് ചെയ്യുമ്പം ഞാൻ കുറേ നോക്കി എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മുടെ സാധാരണ സ്ട്രെയിറ്റ് ഹെയറിനുള്ള ഷാംപൂസും കണ്ടീഷണറും ഒക്കെ വെച്ച് തന്നെ നമ്മുടെ കേളി ഹെയർ മെത്തേഡ് ചെയ്ത് നോക്കി. അപ്പോഴും ഒരു ചെറിയ വ്യത്യാസം വന്നു, കേൾസ് കുറച്ചുകൂടെ ഡിഫൈൻഡ് ആയി, അങ്ങനെ ആവാൻ തുടങ്ങി. അങ്ങനെ ചെയ്തിട്ട് ഞാൻ കോളേജിൽ പോയപ്പോൾ എല്ലാവരും നോട്ടീസ് ചെയ്യാൻ തുടങ്ങി, നീ എന്താ മുടിയെ ചെയ്ത്, എന്നൊരു വ്യത്യാസം ഉണ്ടല്ലോ, ഒരു ഭംഗിയുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ ഇത് കുറച്ചും കൂടെ സ്യൂട്ട് ചെയ്യുന്നുണ്ട് നേരത്തേനേക്കാളും. അപ്പോൾ അങ്ങനെ നമ്മൾ പൈസ സേവ് ചെയ്ത് വേറെ പ്രൊഡക്ട്സ് ഒന്നും അവൈലബിൾ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് നോക്കിയപ്പോഴാണ് ഞാൻ ഈ ഒരു ഹെയർ ക്രീം അല്ലെങ്കിൽ ഹെയർ ജെല്ല് കണ്ടുപിടിക്കുന്നത്. ഞാൻ കണ്ടുപിടിച്ചതല്ല കേട്ടോ, ഞാൻ അങ്ങനെ വീഡിയോസ് കാണുന്നത് അല്ലെങ്കിൽ അതിനെപ്പറ്റി ബ്ലോഗിലൊക്കെ വായിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഹെയർ ക്രീം അല്ലെങ്കിൽ ലീവിൻ ക്രീം അല്ലെങ്കിൽ ഒരു ജെല്ല്, 2 പർപ്പസും ഇത് സെർവ് ചെയ്യുന്നുണ്ട്. ഇത് ബോത്ത് മോയ്സ്ചറൈസിങ് ആണ്, എന്നിട്ടൊരു നല്ല കാസ്റ്റും കൂടെ തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇത് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആകെ 50 രൂപ മാത്രമേ ചിലവുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഷാമ്പു ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ആകെ ഈ ജെല്ല് മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. ഇത് ആക്ച്വലി എൻ്റെ വാഷ് ഡേ കഴിഞ്ഞിട്ട് 3 days ആയത്, 3rd ഡേ ഹെയർ ആണ്. ജസ്റ്റ് കുറച്ച് വെള്ളം അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ ജെല്ല് അല്ലെങ്കിൽ ഈ ഒരു ക്രീം പ്രിപ്പയർ ചെയ്യാൻ പോകുന്നതിൻ്റെ ഫുൾ സ്റ്റെപ്സ് ആണ് ഇനി കാണിക്കാൻ പോകുന്നത്. അത് നിങ്ങൾ ക്ഷമയോടുകൂടി അവസാനം വരെ കാണണം. ഞാൻ അതുപോലെ തന്നെ ഈ കേളി ഹെയർ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇപ്പം ഡേ 3 ഹെയർ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം നമുക്ക് എങ്ങനെ ഈ കേളി ഹെയർ ഈ റൊട്ടീൻ ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെ ഈ ഹെയറിൻ്റെ ടെക്സ്ചർ അല്ലെങ്കിൽ കേൾ പാറ്റേൺ നമ്മൾ എങ്ങനെ ഒരു മാക്സിമം ഒരു 5 days വരെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, എങ്ങനെ ടേക്ക് കെയർ ചെയ്യണം എല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു ഫ്ലാക്സീഡ് ജെല്ലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ഹൈ എൻഡ് ബ്രാൻഡ്സോ അല്ലെങ്കിൽ കേളി ഹെയർ ബ്രാൻഡ്സിലോ എല്ലാ ജെല്ലിലും ഉള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഫ്ലാക്സീഡ് തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റിയത്, ഇതിപ്പോൾ എൻ്റെ ഇരിക്കുന്നത് അരാത്തയുടെ ഫ്ലാക്സീഡ് ജെല്ലാണ്. ഈ അരാത്തയുടെ ജെല്ലിനകത്ത് ഏറ്റവും മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത് ഫ്ലാക്സീഡാണ്.
അപ്പോൾ ഇതിൽ ഫ്ലാക്സ് സീഡും പിന്നെ കുറച്ച് എന്താ പറയുക ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളും തിക്നറും എസെൻഷ്യൽ ഓയിൽസും ഒക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പം ഇതും ശരിക്കും പറഞ്ഞാൽ എന്താ ഫ്ലാക്സ് സീഡ് ജെൽ തന്നെയാണ്. പക്ഷെ ഇത് വാങ്ങണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പെട്ടെന്നൊരു ഫംഗ്ഷന് അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് റെഡി ആവേണ്ടി വരുമെന്ന് നമുക്ക് എന്തായാലും ജെൽസ് യൂസ് ചെയ്യാം. പക്ഷെ അതിലും നാച്ചുറലായിട്ട് മുടിക്ക് നല്ലതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്ലാക്സ് സീഡ് ജെൽ തന്നെ നമുക്കുണ്ടാക്കി യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അതുപോലെ തന്നെ എൻ്റെ ഇനിയുള്ളത് ഫിക്സ് മൈ കേൾസിൻ്റെ ജെല്ലാണ്. ഇതിൻ്റെ പേര് തന്നെ ഇങ്ങനെയാണ്, കേൾ ക്ലെൻജിങ് ഫ്ലാക്സ് സീഡ് ജെല്ലി എന്നാണ് ഇതിൻ്റെ പേര് തന്നെ വന്നിരിക്കുന്നത്. ഇവർ പിന്നെ ഇതിൽ കുറച്ച് വേറെ സാധനങ്ങളും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് എന്തായാലും ഫ്ലാക്സ് സീഡ് ജെൽ ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് എസെൻഷ്യൽ ഓയിൽസ് ആഡ് ചെയ്യാം, വേണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ യൂസ് ചെയ്യാം. ഫ്ലാക്സ് സീഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും ഓൾമോസ്റ്റ് അറിയായിരിക്കും. വെയിറ്റ് ലോസിനും സ്കിന്നിനും ഹെയറിനും ഹെൽത്തിനും എല്ലാം നല്ലൊരു സീഡാണ് ഫ്ലാക്സ് സീഡ്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഒരു 100 ഗ്രാമിന് ഒരു 40-50 ആ ഒരു റേഞ്ച് അത്രയും പൈസ ആവുന്നുള്ളൂ. വളരെ ചീപ്പായിട്ട് ചെയ്യാവുന്ന ഒരു ജെല്ലാണ്. അപ്പോൾ ഇത് 2 തരത്തിലുണ്ടാക്കാം. ഒന്നെങ്കിൽ തിക്ക് ജെല്ലായിട്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ തിൻ ജെല്ലായിട്ട് ഉണ്ടാക്കാം. ഞാനിവിടെ എനിക്ക് ഇത്രയും നാൾ യൂസ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടത് തിൻ ജെല്ലായിട്ട് ആക്കുന്നതാണ്. കാരണം തിക്ക് ജെല്ലായിട്ട് ഞാൻ എപ്പോഴൊക്കെ ചെയ്തിട്ടുണ്ടോ അപ്പോൾ എൻ്റെ കേൾസ് എല്ലാം നല്ല ഡിഫൈൻഡ് ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷേങ്കിൽ കേൾസ് എല്ലാം കൂടെ ഒരൊറ്റ മാസമായിട്ട് ഇരിക്കുന്ന പോലെ എനിക്ക് പിന്നെ അതിൽ മൂവ് അറൗണ്ട് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ ഹെയർ സ്റ്റൈൽ ചെയ്യാനോ ഒരു സ്പേസ് കിട്ടുന്നില്ല. അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ തിന്നായിട്ട് ചെയ്യുന്നതാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഞാൻ എൻ്റെ തിൻ ജെല്ലുണ്ടാക്കുന്ന ഫുൾ വീഡിയോസ് കാണിക്കാൻ പോവാണ്. ഞാൻ എല്ലാ മെഷർമെൻറ്റ്സും കറക്റ്റായിട്ട് പറയാം. ഓക്കെ, അപ്പോൾ എൻ്റെ ജെല്ലുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് 2 കപ്പ് വാട്ടറാണ്. ആ വെള്ളത്തിൻ്റെ കൂടെ നമ്മളൊരു 2 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡ് ഇടുന്നു. നല്ലപോലെ സ്റ്റിർ ചെയ്ത് കൊടുത്ത് തന്നെ നമ്മൾ അതിനെ തിളപ്പിച്ചെടുക്കണം. കാരണം നമ്മുടെ പാലൊക്കെ തൂവി പോകുന്ന പോലെ ഇതും തിളച്ച് തൂവി പോവും. അപ്പം നമ്മൾ നിന്ന് സ്റ്റിർ ചെയ്ത് കൊടുത്ത് ഇതിനെ തിളപ്പിച്ചെടുക്കുക. അപ്പം തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളത് എത്ര കട്ടിയുണ്ടെന്ന് നോക്കുക. അപ്പം ഞാൻ നോക്കിയിട്ട് എനിക്ക് വേണ്ടത് തിൻ ജെല്ലായതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ എന്താ പറയുക ശർക്കരയൊക്കെ പാവ് കാച്ചുമ്പോൾ ഒരു നൂൽ പരുവം നോക്കുന്ന പോലെ അങ്ങനത്തെ ഒരു നൂല് പോലെ ആകുമ്പോൾ തന്നെ ഞാൻ ഈ സ്റ്റൗവിനെ ഓഫ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് തണുക്കുമ്പോൾ കുറച്ചുകൂടെ തിക്കാവും. അപ്പോൾ ഇനിയും തിക്കായിട്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ തണുത്ത് കഴിഞ്ഞാൽ ഒരു ജെല്ലി പോലെ ആവും. ഞാൻ വേറെ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്, നല്ല ജെല്ലി പോലെ ആക്കിയിട്ട് അവർ അപ്ലൈ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഫ്ലാക്സ് സീഡിൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതിൻ്റെ റിസൾട്ട്സ് അവർ അത് തന്നെ യൂസ് ചെയ്തിട്ടുള്ളതാണോ അത്ര വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതെന്തായാലും സിൻസിയർ റിസൾട്ടാണ്. അപ്പോൾ എന്നിട്ട് നമ്മൾ ഒരു അരിപ്പ ഉപയോഗിച്ചിട്ട് സ്ട്രെയിൻ ചെയ്യാം. ഇത് തിന്നായതുകൊണ്ട് നിങ്ങൾക്ക് അരിപ്പ ഉപയോഗിച്ച് സ്ട്രെയിൻ ചെയ്യാം. നിങ്ങൾക്ക് തിക്കാണെങ്കിൽ നിങ്ങൾ ഒരു കോട്ടൺ ക്ലോത്തോ അല്ലെങ്കിൽ നമ്മുടെ തോർത്തോ എന്തിലെങ്കിലും ഒഴിച്ചിട്ട് പിഴിഞ്ഞെടുക്കുക. ഇതിപ്പോൾ തിക്കായിട്ടാണ് നിങ്ങൾക്ക് ഉണ്ടാക്കുന്നതെങ്കിൽ 2 കപ്പ് വെള്ളത്തിന് 2 കപ്പ് വെള്ളത്തിന് നിങ്ങൾ 4 സ്പൂൺ ഫ്ലാക്സ് സീഡ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് തിളപ്പിച്ചെടുത്താൽ മതി. ഇതൊരു തിളയ്ക്കുന്നത് ഒരു 10 മിനിറ്റ്സ് അപ്രോക്സിമേറ്റ്ലി 10 മിനിറ്റ്സ് തിളപ്പിച്ചെടുക്കുക, സ്ട്രെയിൻ ചെയ്യുക. എന്നിട്ട് ഇത് കൂൾ ചെയ്തിട്ട് മാത്രമേ നിങ്ങൾക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് തിളപ്പിച്ചിട്ട് ഞാൻ അതുപോലെ തന്നെ ഇത് സ്ട്രെയിൻ ചെയ്ത് എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. നിങ്ങൾക്ക് അല്ലെങ്കിൽ വെറുതെ ലീവ് ചെയ്ത് ഒരു 40 മിനിറ്റ്സ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ഇത് കൂളായിരിക്കും. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാൻ പിന്നെ കുളിക്കാൻ പോയി. ഫ്രിസി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് പോയിട്ട് കുളിച്ചിട്ട് വന്നു. ജസ്റ്റ് ഷാമ്പൂ കണ്ടീഷണർ മാത്രം ഇട്ടിട്ട് കുളിച്ചിട്ട് വന്നു. അപ്പോൾ കുളിച്ചിട്ട് വന്നിട്ട് അങ്ങനെ ഇരിക്കും. ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഏകദേശം നല്ല വെറ്റ് ഹെയർ തന്നെ. ഇതിലേക്ക് ഞാൻ ഫ്ലാക്സ് സീഡ് ജെല്ല് അപ്ലൈ ചെയ്ത് നോക്കാൻ പോവാണ്. ഫ്ലാക്സ് സീഡ് ജെല്ല് ഇപ്പോൾ എങ്ങനെ കിട്ടിയേക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. സാധാരണ ഞാൻ ഇപ്പോൾ ഫ്ലാക്സ് സീഡ് ജെല്ല് ഉണ്ടാക്കിയാലും ഒരുപാട് കട്ട് ചെയ്യിപ്പോയിരുന്നു. ഇത് പക്ഷേ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അപ്ലൈ ചെയ്തിട്ട് എനിക്കിന്ന് റിസൾട്ട് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. വെട്ടമൊക്കെ പോയി, ഇരുട്ടായി, സന്ധ്യയായി. ഇത് ഇങ്ങനത്തെ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് ഫ്ലാക്സ് സീഡ് ജെല്ല്. ഞാനത് അപ്ലൈ ചെയ്ത് നോക്കാം. നമുക്ക് ഫ്ലാക്സ് സീഡ് ജെല്ല് അപ്ലൈ ചെയ്ത് നോക്കാം. ഈ ജെല്ല് ഒരിക്കലും നമ്മൾ ഡ്രൈ ഹെയറിൽ അപ്ലൈ ചെയ്യരുത്. നമ്മളെപ്പോഴും നല്ല ഡ്രിപ്പിംഗ് വെറ്റ് അല്ലെങ്കിൽ നല്ല വെറ്റായിട്ടുള്ള ഹെയറിൽ അപ്ലൈ ചെയ്യണം. അപ്പം കുളിച്ചിട്ട് തോർത്തിയിട്ടൊന്നുമില്ല, ജസ്റ്റ് വെള്ളം മാത്രം ഒന്ന് സ്ക്വെഞ്ച് ചെയ്ത് കളഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ വന്നു കഴിഞ്ഞിട്ട് ഞാനിത് ഡയറക്റ്റ് ആ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ ഈ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ റൂട്ടിൽ നിന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. റൂട്ടിലായാലും കുഴപ്പമില്ല. അതുപോലെ സ്ട്രെയിറ്റ് ഹെയർ ഉള്ളവർക്കും ഇത് അപ്ലൈ ചെയ്യാം. സ്ട്രെയിറ്റ് ഹെയർ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഷാമ്പു ചെയ്യുന്നതിന് മുന്നേ ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹെയർ ഗ്രോത്തും ഒരു സിൽക്കി സ്മൂത്ത് ആയിട്ടുള്ള ഹെയർ ഒക്കെ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ നല്ലതായിരിക്കും. അതുപോലെ കേളി ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോൾ വരുന്ന വേറൊരു ഡൗട്ടായിരിക്കും എത്ര പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യണമെന്ന്. അപ്പോൾ എത്ര പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യണം എന്നുള്ളത് ഹെയർ ഡെൻസിറ്റി, പോറോസിറ്റി, സ്ട്രക്ചർ അങ്ങനെ അതിനെ എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് നിങ്ങൾ എത്ര പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യണം എന്ന് എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. പക്ഷേ എങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഒരു ജനറലായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ കേൾസ് ഡിഫൈൻഡ് ആയിട്ട്
ക്ലംസ് ആയി തുടങ്ങുന്ന എത്രയാണോ അത്രയും പ്രോഡക്റ്റ്സ് ആണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ഈ ഫ്രണ്ടിലത്തെ കേളൊക്കെ അത്യാവശ്യം ഡിഫൈൻ ആയിട്ടുണ്ട്. ഈ സൈഡിൽ അപ്ലൈ ചെയ്തിട്ടില്ല, ഈ സൈഡിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ ജെല്ല് തികച്ചും വാട്ടർ സോല്യൂബിൾ ആണ്. അതുകൊണ്ട് നമുക്ക് വൈറ്റ് കാസ്റ്റ് ഒന്നും, ഇത് ഉണങ്ങി കഴിഞ്ഞിട്ട് വൈറ്റ് കാസ്റ്റ് വരും, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ഫംഗ്ഷന് പോവാണ് ഇത് വെള്ളപ്പൊടി പോലെ ആവുന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. അങ്ങനത്തെ ഒന്നും വരാൻ പോകുന്നില്ല ഇത് ഉണങ്ങി കഴിഞ്ഞിട്ട്. ഞാൻ ജെൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഫേസ് ഫ്രെയിം ചെയ്യുന്ന കേൾസ് മാത്രം ഫിംഗർ കോയിൽ ചെയ്യും. നിങ്ങൾക്ക് എൻ്റെ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം ഞാൻ അങ്ങനെ ചെയ്യാറുള്ളൂ. ഞാൻ ഫുൾ ഹെഡ് ഫിംഗർ കോയിൽ ചെയ്യാനുള്ള ക്ഷമയുള്ള ഒരാളല്ല. അതുകൊണ്ട് ഫ്രണ്ടിലത്തെ കേൾസ് മാത്രം ഫിംഗർ കോയിൽ ചെയ്യും. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം. അതുകൊണ്ട് എൻ്റെ ഫ്രണ്ടിലത്തെ കേൾസൊക്കെ ഇപ്പോഴും ഡിഫൈൻഡ് ആയിട്ട് തന്നെ ഇരിക്കുകയാണ്. വേറെ ബാക്കിൽ എനിക്ക് കുറച്ച് ഫ്രിസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുൾ ഹെഡ് ഫിംഗർ കോയിൽ ചെയ്യാം. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പാർട്ടീഷൻ ചെയ്തിട്ട് ഒരു പാർട്സ് ആയിട്ട് കോയിൽ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതുപോലെ ഇത് ഞാൻ എയർ ഡ്രൈ ആണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലോ ഡ്രൈ ചെയ്യാം. ബ്ലോ ഡ്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഡിഫ്യൂസർ യൂസ് ചെയ്തിട്ട് വേണം ബ്ലോ ഡ്രൈ ചെയ്യാൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എയർ ഡ്രൈ ചെയ്യാം. എയർ ഡ്രൈ ചെയ്യുന്നവരാണെങ്കിൽ റൂട്ട്സ് ഫ്ലാറ്റ് ആവാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ജസ്റ്റ് ഫ്രണ്ടിലത്തെ ഫേസ് ഫ്രെയിം ചെയ്യുന്ന പോർഷനും ബാക്കിലത്തെ ഹെയറും ഒക്കെ വേണമെങ്കിൽ ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം മേളിലേക്ക് ആക്കിയിട്ട്. അപ്പോൾ നമ്മുടെ റൂട്ട് ഒത്തിരി ഫ്ലാറ്റ് ആവാതിരിക്കും. ഇതിന് അത്യാവശ്യം ഒരു നല്ല ഹോൾഡുള്ള ജെല്ലാണ്. അപ്പോൾ ഒരു ജെൽ കാസ്റ്റ്, അതായത് നമ്മൾ പിടിക്കുമ്പോഴത്തേക്ക് കുറച്ച് കട്ടിയുള്ള ഒരു ഫീലാണ് ഇത് ഉണങ്ങി കഴിയുമ്പോൾ വരുന്നത്. പേടിക്കണ്ട. നിങ്ങൾ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഓയിലോ സെറമോ, ഞാനിവിടെ സെറമാണ്, സ്ട്രിക്സിൻ്റെ സെറമാണ് എടുത്തിരിക്കുന്നത്. സെറമോ കയ്യിലാക്കിയിട്ട് നിങ്ങൾക്ക് ക്രഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാസ്റ്റും മാറിയിട്ട് അത്യാവശ്യം സോഫ്റ്റായിട്ട് ബൗൺസി ആയിട്ടുള്ള കേൾസ് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറൊരു കാര്യം ചെയ്യാമെന്നുള്ളത്, സാറ്റിൻ ക്ലോത്തോ സ്കാർഫോ അല്ലെങ്കിൽ സാറ്റിൻ പില്ലോ കേസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് ജസ്റ്റ് സ്ക്രഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കാസ്റ്റ് പോയിട്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ള കേൾസ് കിട്ടും. ഓക്കെ, നമ്മളിപ്പോൾ ലാസ്റ്റ് പാർട്ട് ഓഫ് ദി വീഡിയോയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ കേൾസ് ഞാൻ പറഞ്ഞു ഇതിൻ്റെ 3rd ഡേ ആണ് വാഷ് ഡേ കഴിഞ്ഞിട്ട്. അപ്പോൾ ഈ 3 days ഞാൻ എങ്ങനെ ഈ കാസ്റ്റ് അല്ലെങ്കിൽ ഈ പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനതിനെ കെയർ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഞാൻ രാത്രി കിടക്കുമ്പോഴത്തേക്കും ഒരു സാറ്റിൻ ബോണറ്റ് വെച്ചിട്ടാണ് ഹെയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിയായിരിക്കും സാറ്റിൻ ബോണറ്റ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാധനമാണ്. അപ്പോൾ ഇത് നമുക്ക് ഒന്നെങ്കിൽ പ്രൊട്ടക്റ്റീവ് ഹെയർ സ്റ്റൈൽ എന്തെങ്കിലും കെട്ടിയിട്ട് നമുക്കിത് ഇട്ടിട്ട് കിടന്നുറങ്ങാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സാറ്റിൻ പില്ലോ കേസ് യൂസ് ചെയ്യാവുന്നതാണ്. ആക്ച്വലി ഞാൻ ഇങ്ങനത്തെ കേൾ എനിക്ക് ഡിഫൈൻ ചെയ്തിട്ട് അടുത്ത ദിവസത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ 2 യൂസ് ചെയ്യും. കാരണം ബോണറ്റ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ രാവിലെയൊക്കെ ആകുമ്പോഴത്തേന് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അപ്പോൾ സാറ്റിൻ പില്ലോ കേസിൽ കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ 2ഉം യൂസ് ചെയ്തിട്ടാണ് കേൾസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ട് എനിക്ക് 3 days സുഖമായിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി. ഇതൊരു വെർത്ത് ബൈ ആണ് 2 സാധനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ. ഇത് പെയറായിട്ട് വാങ്ങണം എന്നൊന്നുമില്ല, ജസ്റ്റ് സിംഗിൾ ആയിട്ട് പില്ലോ കേസ് വാങ്ങാൻ കിട്ടും. അതുപോലെ തന്നെ ചില സൈറ്റിലൊക്കെ നമുക്കിപ്പോൾ ഓഫർ വരും, എന്താ നമ്മൾ കേളി ഹെയർ പ്രൊഡക്ട്സ് വാങ്ങുമ്പോൾ പില്ലോ കേസ് ഫ്രീ കിട്ടും എന്നൊക്കെ. എനിക്ക് അങ്ങനെ ഫ്രീ കിട്ടിയ പില്ലോ കേസാണ് ഇത്. എനിക്ക് തോന്നുന്നു ഒരു 800 to 900 ആ റേഞ്ചിലുണ്ട് ഇതിൻ്റെ വില എന്ന് തോന്നുന്നു. ഐ എം നോട്ട് ഷുവർ. പക്ഷേങ്കിൽ എനിക്കിത് ഫിക്സ് മൈ കേൾസിൽ നിന്ന് ഫ്രീ കിട്ടിയ സാധനമാണ്. നിങ്ങൾക്കും അങ്ങനത്തെ ഓഫർ വരികയാണെങ്കിൽ നിങ്ങൾ നോക്കിയിരുന്നിട്ട് ആ സമയത്ത് കേളി പ്രോഡക്ട്സ് വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പില്ലോ കേസ് ഫ്രീ കിട്ടും. പിന്നെ ഇത് ഞാൻ അല്ലാതെ വാങ്ങിയതാണ്. അത് നിങ്ങൾ വാങ്ങുമ്പോൾ, ഞാൻ വാങ്ങിയപ്പോൾ എന്താ എനിക്ക് അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ, ഞാനിവിടെ ജസ്റ്റ് ഇലാസ്റ്റിക് ബാൻഡ് ഉള്ളതാണ് വാങ്ങിയിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ വാങ്ങുമ്പോൾ ഇലാസ്റ്റിക് ബാൻഡ് വിത്ത് ടൈയും കൂടെ ഉള്ള പോലത്തെ ഇത് വാങ്ങുകയാണെങ്കിൽ കുറച്ചും കൂടെ മുറുക്കായിട്ടിരിക്കും. ഇതെനിക്ക് കുറച്ച് നാളായപ്പോഴത്തേക്ക് അഴിഞ്ഞ് ഇങ്ങനെ ഊരിപ്പോരുന്നുണ്ടായിരുന്നു തലേന്ന്. ഇത് മെയിൻറ്റെയിൻ എന്നാണ് ഞാൻ വാങ്ങിയിരിക്കുന്ന സൈസ്. ജംബോ ആണ്. എനിക്ക് തോന്നുന്നില്ല, എനിക്ക് ജംബോ ആവശ്യമില്ലെന്നാണ് ഇപ്പം എനിക്ക് തോന്നുന്നത്. ഇതിന് ചെറിയ സൈസ് വാങ്ങിയാലും മതി. അപ്പോൾ എനിക്കിത് ലൂസ് ആയതുകൊണ്ട് ഞാനിതിൽ വേറെ എക്സ്ട്രാ ഇട്ടിട്ട് ഞാനിപ്പം കെട്ടിയാണ് വെക്കുന്നത്. ഇത് രണ്ടും മസ്റ്റ് ബൈ സാധനങ്ങൾ. കേളി ഹെയറിൻ്റെ പ്രോഡക്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ കേളി ഹെയറിൻ്റെ കെയറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, കേളി ഹെയർ ഉള്ള ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസോ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇനി ഇങ്ങനത്തെ വീഡിയോ വേണം എന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.